ചോദിക്കുന്നത് ശ്രീ ഷാജിർ ഖാൻ, സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ ചർച്ച കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവർക്കൊക്കെ നമുക്കറിയാം, കേരളത്തിൽ പൊതുവെ മെഡിക്കൽ വിദ്യാഭ്യാസ യോഗ്യത നേടുന്നവർ തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. എ.കെ. ആന്റണി സർക്കാരിൻ്റെ കാലത്ത് 2 സ്വാശ്രയ സ്ഥാപനങ്ങൾ ഒരു സർക്കാർ സ്ഥാപനത്തിന് സമം എന്ന തരത്തിൽ ആരംഭിച്ച ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായ സമര കോലാഹലങ്ങൾ, ഏറ്റവും ഒടുവിൽ LDF സർക്കാർ സ്വാശ്രയ കരാറിൽ അടക്കം ഇടപെടുമ്പോൾ സാധാരണക്കാരന് മനസ്സിലാകുന്നു ഇവിടെ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 20% കുട്ടികൾക്ക് 25,000 രൂപ ഫീസിൽ പഠിക്കാൻ സാധിക്കുന്നു. ആ സീറ്റുകൾ വർദ്ധിപ്പിച്ചു എന്നാൽ അതിനർത്ഥം കൂടുതൽ കുട്ടികൾക്ക് 25,000 രൂപ ഫീസ് നൽകിക്കൊണ്ട് പഠിക്കാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കരാറിലൂടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആദ്യമേ തന്നെ ശ്രീമതി വീണ ജോർജിനെ ഒരു ആങ്കർ എന്ന നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇതുവരെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു എതിർപക്ഷത്ത്, രാഷ്ട്രീയ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും LDF ഗവൺമെൻറ്റിൻ്റെ ഈ സ്വാശ്രയ കരാറിനെ ന്യായീകരിക്കുവാനുള്ള യാതൊരു താത്വികമായ അടിസ്ഥാനങ്ങളുമില്ല എന്ന കാര്യം ആദ്യമേ പറയേണ്ടതുണ്ട്. അത് എനിക്ക് തോന്നുന്നു ശ്രീമതി വീണ ജോർജിനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ കരാറിനെ ന്യായീകരിക്കുന്നു. പക്ഷേ നമുക്ക് നിഷ്പക്ഷമായി ഈ കരാറിനെ പരിശോധിച്ചാൽ, ഈ കരാറെന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കരാറും മാനേജ്മെൻറ്റുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ അധികമായി കൊള്ളയടിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നതാണ് എന്ന് ഈ കേരളത്തിലെ എല്ലാ ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ കരാറാകട്ടെ കുറച്ച് പേർക്ക് 20% പേർക്ക് 25,000 രൂപയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ, എന്നാൽ പിന്നെ ഈ സ്വാശ്രയ വിദ്യാഭ്യാസം വേണ്ടല്ലോ. മെഡിക്കൽ രംഗത്ത് 80% സീറ്റുകളിലും ഈ പറയുന്ന രൂപത്തിൽ മെഡിക്കൽ മാനേജ്മെൻറ്റുകൾക്ക് കൊള്ള ലാഭം ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നതല്ലേ പ്രശ്നം. അവിടെ ഈ മെറിറ്റ് എന്ന് പറയുന്ന സീറ്റിൽ വാസ്തവത്തിൽ 50% സീറ്റ് മെറിറ്റായിട്ട് വരേണ്ടതല്ലേ. അതിൽ 20% അല്ലല്ലോ മെറിറ്റ് എന്ന് പറയുന്നത്. ബാക്കി 30%, ആ 30% നമുക്ക് ഈ കണക്ക് പ്രകാരം മെറിറ്റ് എന്നുള്ള കാറ്റഗറിയിൽ എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുക? 1,80,000 എന്നുള്ളത് 2.5 ലക്ഷം രൂപയാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണത് മെറിറ്റ് ആവുക? അപ്പോൾ അങ്ങനെ ഈ 10% എന്നുള്ളത് 35% വർധനവാണ് ഇപ്പോൾ LDF ഗവൺമെൻറ് വരുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണോ? എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അത് 2 ഇരട്ടിയാണ്. ഈ സാധാരണ വർധനവിൽ തന്നെ ഈ 10% വർധനവ് തന്നെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമല്ല. 1% വർധനവ് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഫീസ് വർധനവ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള ഫീസ് സ്ട്രക്ചർ തന്നെ എത്ര വലിയ കൊള്ളയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ ഈ മാനേജ്മെൻറ്റുകൾക്ക് ഈ അധ്യയന വർഷം ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്ന കരാർ പ്രകാരം എത്ര കോടിയുടെ അധിക ലാഭമാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഞാനെടുത്ത കണക്ക് പ്രകാരം എനിക്ക് പറയാൻ പറ്റും 16 കോടി രൂപയുടെ അധിക ലാഭമാണ് മാനേജ്മെൻറ്റുകൾക്ക് എല്ലാ കോളേജുകൾക്കുമായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ 13 കോളേജുകൾ എന്നുള്ളത് 20 കോളേജുകൾ കരാറിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മാനേജ്മെൻറ്റുകളുടെ താല്പര്യമാണ്. മാനേജ്മെൻറ്റുകൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ഉയർന്ന ഫീസിൽ ഒരു കരാർ ഉണ്ടാകുമ്പോൾ അത്രയും ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് അവർ ഒപ്പിടുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ മറുവശത്തെ ലോജിക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അല്ലാതെ 25,000 രൂപയ്ക്ക് 5-6 കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരം അവർക്ക് കൈവന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിടുന്നു എന്നുള്ളതല്ലല്ലോ, നേരെ തിരിച്ചല്ലേ. അപ്പോൾ 8 ലക്ഷം രൂപ 11 ലക്ഷം രൂപയായി മാറുന്നത് എന്ത് നീതിയാണ്? 11 ലക്ഷം രൂപ 14 ലക്ഷം രൂപയാകുന്നത് എന്ത് നീതിയാണ്? 6 ലക്ഷം രൂപ 10 ലക്ഷം രൂപയാക്കി ഗവൺമെൻറ് കൺട്രോളിലുള്ള കോളേജ്, പരിയാരം മെഡിക്കൽ കോളേജ് കേരള ഗവൺമെൻറ്, ബാക്കിയെല്ലാം സ്വാശ്രയമാണെന്ന് പറയാം. പക്ഷേ പരിയാരം മെഡിക്കൽ കോളേജ് 1993 ഞങ്ങൾ സമരം ചെയ്ത, ഞാനും ആ സമരത്തിലുണ്ടായിരുന്നു. AIDSOയും AISFും SFIയും ഉൾപ്പെടുന്ന ഒരു സമരത്തിൻ്റെ വേദിയിൽ ഉയർന്നു വന്ന മുദ്രാവാക്യമാണ് ശ്രീമാൻ K. കരുണാകരൻ അന്ന് സ്വകാര്യ ട്രസ്റ്റിന് കീഴിൽ സർക്കാർ ഭൂമി ഉപയോഗിച്ച് ഒരു സ്വകാര്യ സ്വാശ്രയ കോളേജ് ആരംഭിച്ചപ്പോൾ അത് ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് അത് ഗവൺമെൻറ് സെക്ടറിലേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യമായി ആ മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു. എനിക്കത് ഓർമ്മയുണ്ട്. ഇന്നിപ്പോൾ 23 വർഷങ്ങൾക്ക് ശേഷം ഇത് 3ാമത്തെ LDF ഗവൺമെൻറ്റാണ്. ഞാൻ UDF ഗവൺമെൻറ്റിനെ മാറ്റിവെക്കുന്നു. പക്ഷേ ഒരു ജനാധിപത്യ സർക്കാർ, ഒരു ഇടതുപക്ഷ സർക്കാർ, ഒരു പുരോഗമന സർക്കാർ, അവരുടെ ബാധ്യത എന്താണ്? അവർക്ക് UDF ഗവൺമെൻറ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ ആവർത്തിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് LDF ഗവൺമെൻറ്? LDFും UDFും തമ്മിലുള്ള മൗലികമായ രാഷ്ട്രീയമായ വ്യത്യാസം എവിടെയാണ് കുടികൊള്ളുന്നത്? കഴിഞ്ഞ തവണ ഇന്റർചർച്ച് കൗൺസിലുമായി 3 വർഷത്തേക്കുള്ള കരാർ ഒപ്പിട്ടു ആര്? UDF ഗവൺമെൻറ്. ഒരിക്കലും പാടില്ല, വിദ്യാഭ്യാസ വിരുദ്ധമായ ഒരു കരാറാണത്. പക്ഷേ ആ കരാർ റദ്ദാക്കാനുള്ള മര്യാദ LDF ഗവൺമെൻറ് കാണിക്കണ്ടേ? അപ്പോഴല്ലേ അത് LDF ആകുന്നത്, ഇടതുപക്ഷമാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ ഇന്റർചർച്ച് കൗൺസിലുമായിട്ടുള്ള കരാറിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ കരാറിൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടിയാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇനി കോഴ വാങ്ങാൻ അവസരമില്ല എന്ന് പറഞ്ഞു. എന്ത് വസ്തുതയാണത്? 1300 പരാതികൾ ഇപ്പോൾ ജെയിംസ് കമ്മിറ്റിയുടെ മുമ്പാകെ വന്നതിൽ അതിൽ ഭൂരിപക്ഷവും പിന്നെ പ്രോസ്പെക്ടസിൽ പറഞ്ഞതിനേക്കാൾ അധികമായ ഫീസ് വാങ്ങിക്കുന്നു. അത്
ആ ഫീസ് തന്നെ ലീഗലൈസ്ഡ് ആയിട്ടുള്ള കോഴയാണ്. അപ്പോൾ ലീഗലൈസ്ഡ് ആയിട്ടുള്ള കോഴ ഉയർന്ന ഫീസിലൂടെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വശത്ത്, അതുകൂടാതെ 1 കോടി രൂപ വാങ്ങിച്ച 3 കോളേജുകളുടെ റിപ്പോർട്ട്, ഇന്ന് കേരള കൗമുദി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ റിപ്പോർട്ട് വീണ ജോർജ് വായിച്ചു നോക്കൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 കോളേജുകളിൽ പിന്നെ ഇവർ കൊടുത്തിരിക്കുന്ന, കുട്ടികൾ കൊടുത്തിരിക്കുന്ന പരാതി പ്രകാരം 1 കോടി രൂപ വീതം വാങ്ങിച്ചിരിക്കുന്ന ഇതിൻ്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ കോഴ ഏകദേശം 50% സീറ്റുകളിൽ പിന്നെ ഓൺലൈൻ വഴിയും അല്ലാതെയും നടത്തിയിരിക്കുന്ന അഡ്മിഷനിൽ വൻതോതിൽ കോഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോഴ തടയാൻ കഴിഞ്ഞിട്ടില്ല, അവിടെ മെറിറ്റ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവിടെ സാമൂഹ്യ നീതിയില്ല, അവിടെ സംവരണം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഇപ്പോൾ ഈ പുതിയ കരാറിലൂടെ വ്യത്യസ്തമായി വന്നിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ